ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 26 ദിലീപിൻ്റെ വിധിയെഴുത്തോ? അപ്പം ഞാൻ ചോദിച്ചു, ഏപ്രിൽ 26 വിധിയെഴുത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിധിയെഴുത്തല്ലേ? ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഘട്ടമല്ലേ നടക്കുന്നത്? അതെങ്ങനെ ദിലീപിൻ്റെ വിധിയെഴുത്താകും? അപ്പോഴാണ് പറഞ്ഞത്, അന്ന് തന്നെയാണ് ഇപ്പോൾ ചാർട്ട് ചെയ്ത പ്രകാരം ദിലീപിൻ്റെ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ 149ാമത്തെ സിനിമ പവി കെയർ ടേക്കർ റിലീസ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫിയോക് എന്ന സംഘടനയുടെ നേതാവാണ് ദിലീപ്. തിയേറ്റർ ഉടമകളുടെ സംഘടന. അവരാണ് ഈ സിനിമ വിതരണം ചെയ്ത് തിയേറ്ററിലെത്തിക്കുന്ന ആലോചിക്കണം. ആ സിനിമയെക്കുറിച്ച് വളരെയേറെ പ്രതീക്ഷയാണ് ദിലീപ് വെച്ച് പുലർത്തുന്നത്. ദിലീപ് മാത്രമല്ല, ദിലീപിൻ്റെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഫാൻസിൻ്റെ ഒരു വിഭാഗം. ഇപ്പം ഫാൻസ് ഒന്നും കൂടെയില്ല. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അത് തെറ്റായാലും ശരി, ശരിയായാലും ശരി. അപ്പം ഇപ്പോൾ ഫാൻസ് ഒന്നും കൂടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദിലീപ് വളരെ വ്യക്തമായി പറഞ്ഞു, എൻ്റെ സിനിമ നിങ്ങളെ ചിരിപ്പിച്ചതാണ്, ഞാനും കുറേ ചിരിപ്പിച്ചതാണ്. എന്നാൽ കുറേ മാസങ്ങളായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് റിലീസ് ചെയ്യുന്ന ഈ സിനിമ, അതായത് പവി കെയർ ടേക്കർ, എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനൊരു തുറന്നു പറച്ചിൽ ഇന്നേ വരെ ദിലീപിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതിനർത്ഥം കാലിനടിയിലെ മണ്ണ് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, മണ്ണൊഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അചഞ്ചലനായി നിർഭയനായിട്ടാണ് ഇത്രയും വർഷം ഈ കേസിൻ്റെ പുറകെ ദിലീപ് സഞ്ചരിച്ചത്. എളുപ്പം ജയിക്കുമെന്ന് വിചാരിച്ചിടത്ത് നിന്ന് കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എളുപ്പമെന്ന് വിചാരിച്ചിരിക്കുന്ന പോലെ തന്നെ പുതിയ ഈ കേസിൻ്റെ നിർണായകമായ വഴിത്തിരിവുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതി തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ പല സംഭവങ്ങളും അതിൻ്റെ രേഖകളും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ദിലീപ് ആലോചിക്കണം. അപ്പോൾ ഒരേ സമയം കേസിൻ്റെ പുറകെ പോകുന്നു, അതേസമയം തന്നെ തൻ്റെ നിലനിൽപ്പിൻ്റെ കാരണമായ സിനിമയുടെയും പുറകെ പോകുന്നു. കേസിന് തുടർന്ന് ദിലീപിൻ്റെ സിനിമകൾ പലതും സാമ്പത്തിക പരാജയങ്ങളായിരുന്നു. സിനിമ മോശമാണോ പരാജയമാണോ എന്നുള്ളതല്ല, എന്തായാലും മുൻപ് ദിലീപിന് ലഭിച്ചിരുന്ന ആ ഹൗസ്ഫുൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് വേണം അറിയാൻ. അതിൻ്റെ കുറേ പരാജയം കൊണ്ട് ഞാൻ പല സിനിമകളും കണ്ടിട്ടുണ്ട്. ആ സിനിമകളൊന്നും തീരെ മോശമാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം തൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് പവി കെയർ ടേക്കർ എന്നുള്ള സിനിമ എന്ന് അടിവരയിട്ട് പറഞ്ഞത്. ഈ സിനിമയിൽ കൂടുതൽ പേരും പുതുമുഖങ്ങൾ. 5 നായികമാരുണ്ട്. അവരൊക്കെ പുതുമുഖങ്ങളാണെന്ന് ആലോചിക്കണം. പഴയ ബാലനടൻ വിനീത് കുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വിനീത് കുമാർ മുമ്പ് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ കളക്ട് ചെയ്യപ്പെടാത്ത സിനിമയായിരുന്നു. അപ്പോൾ മോശം സിനിമയാകാൻ സാധ്യതയില്ല. ഈ സിനിമയിൽ എങ്ങനെയാണ്, തമാശയാണോ കോമഡിയാണോ ആക്ഷനാണോ ഒന്നും വിട്ടുപറയുന്നില്ലെങ്കിലും ഇത് പഴയ തൻ്റെ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കോമഡി കലർന്ന സിനിമയായിരിക്കുമെന്ന് ദിലീപ് പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത് ചുരുക്കം പറഞ്ഞാൽ, ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളൊരു വിധിയെഴുത്തിൻ്റെ ദിവസത്തിൽ തന്നെ തൻ്റെ സിനിമയുടെ വിധിയെഴുത്ത് കൂടി ആണ് എന്ന് പറയാതെ തന്നെ ദിലീപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല 150ാമത്തെ സിനിമയുടെ പൂജയും നടന്നു കഴിഞ്ഞു. താൻ ഈ രംഗത്തുണ്ടാകുമെന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ കേസിൻ്റെ ഗതികൾ തനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ ഒന്നും നിശ്ചയമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് അങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മാറി.
ഏകസ്വരത്തിൽ പറഞ്ഞ് ദിലീപ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ മൗനമായിരിക്കുകയാണ്. കോടതി കാര്യമല്ലേ, അതൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി, എളുപ്പത്തിൽ ഈ കേസ് തീരുകയില്ല. എളുപ്പത്തിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല എന്ന് തറയുന്ന രീതിയിലേക്ക് അതിനാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായി ദിലീപ് തകർന്നിട്ടുണ്ടെങ്കിലും ആ തകർച്ച ഇല്ല എന്ന് കാണിക്കുന്നു. അതൊരു അപാര ധൈര്യം തന്നെയാണെന്ന് ആലോചിക്കണം. ഞാൻ ഇത്രയും വർഷമായി മനസ്സിലാക്കിയ ദിലീപിനെ, ഈ കേസിൻ്റെ തുടക്കം മുതൽ നിരീക്ഷിച്ചു പോകുന്ന ദിലീപിനെ തകർന്ന രീതിയിൽ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലുണ്ടെങ്കിലും തകർച്ചയുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചും കളിച്ചും എവിടെയും ഇടിച്ചു കയറി ചെല്ലാൻ തൻ്റെ ഇടം ഇപ്പോഴുമുണ്ട്. പക്ഷേ തൻ്റെ ഇടം നിലനിർത്താനുള്ള സിനിമകൾ പലതും വിജയിച്ചു കാണുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം നമ്മളൊക്കെ വളരെ എന്നെയൊന്ന് രക്ഷിക്കണേ എന്ന് നമ്മൾ ഏറ്റവും അടുത്തവരോട് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിനിമ എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് ദിലീപ് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. സിനിമ നന്നാവട്ടെ, സിനിമ വിജയിക്കട്ടെ. ഇപ്പം മാത്രമല്ല, മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമയും ഒരാൾ കേസും രണ്ടും രണ്ട് തന്നെയാണ്. അത് രണ്ടായി തന്നെ കാണണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇവിടെ സ്ഥായിയായിട്ടുള്ള വിരോധമോ ശത്രുതയോ ഇല്ല. ഒരാൾ നശിച്ചു കാണുന്ന ആഗ്രഹവുമില്ല. കല, സിനിമ ഒരു കൂട്ടം ആൾക്കാരുടെ കഠിന പ്രയത്നം കൊണ്ടുണ്ടാകുന്നതാണ്. ആ കഠിന പ്രയത്നത്തിൽ ഒന്നാമത്തെ മാർക്കിടേണ്ടത് നിർമ്മാതാവിനാണ്. അദ്ദേഹം മുടക്കുന്ന കോടികൾ വിലപ്പെട്ടതാണ്. ആ കോടികൾ തിരിച്ചു കിട്ടാൻ ആഗ്രഹമുണ്ടാവില്ലേ? തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ കാര്യം പോക്കാണ്. നിർമ്മാതാവിൻ്റെ ഭാഗത്ത് ആരോ ആയിക്കൊള്ളട്ടെ, പിന്നെ ഒരു നടനെ സംബന്ധിച്ചോളം സിനിമയുടെ വിജയം തന്നെയാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. അയാൾ സ്വന്തമായി സിനിമ നിർമ്മിച്ചാലും സ്വന്തമായി സംവിധാനം ചെയ്താലും സ്വന്തമായി വിതരണത്തിനെടുത്താലും കാണാൻ ആളുകളില്ലെങ്കിൽ ആ സിനിമ പരാജയമാണ്. സിനിമ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു. അങ്ങനെ തുടരെ നഷ്ടങ്ങൾ വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കൂടെയുള്ളവർ അകന്നു പോകുമ്പോഴും പണം വരാനുള്ള സ്വാധീനം കുറയുമ്പോഴും അവിടെ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ കെയർ ടേക്കർ സിനിമ വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ദിലീപ് തൻ്റെ സിനിമാ പ്രേമികളോട്, തൻ്റെ പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞിരിക്കുകയാണെന്ന് ആലോചിക്കണം. അത് എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം ദിലീപിന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സിനിമ മാറിക്കഴിഞ്ഞിവിടെ. സിനിമയിലെ പുതിയ ട്രെൻഡിന് പുറകെ തന്നെയാണ്. ഇവിടെ ഏറ്റവും പുതിയ ട്രെൻഡ് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി തന്നെയാണ്. വെറും ചെറുപ്പക്കാരല്ല. ഏറ്റവും പുതിയ ട്രെൻഡ് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന മമ്മൂട്ടി വിജയം വരിക്കുമ്പോൾ ദിലീപ് പഴയ അവസ്ഥയിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. പുതിയ ട്രെൻഡിനൊപ്പിച്ച് തൻ്റെ സിനിമ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിജയം സുനിശ്ചിതമായിരിക്കട്ടെ.